അസ്സലാമു അലൈക്കും. പിന്നെ എല്ലാ മുത്തുമണികൾക്കും എല്ലാ ചങ്കുകൾക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്ക്. പിന്നെ ഈ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളില്ലേ, വളരെ പാവപ്പെട്ട ആളുകളാട്ടാ. എന്താ അങ്ങനെ പാവപ്പെട്ട ആളുകളെന്ന് പറയാൻ കാരണം എന്നറിയോ? എല്ലാവർക്കും 5 ദിവസം 3 ദിവസം 10 ദിവസമൊക്കെ ലീവ് ഉള്ളപ്പോൾ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ലീവ് കിട്ടില്ല. കാരണം ഈ പെരുന്നാൾ, അതേപോലെ വിഷു, ഓണം ഇതൊക്കെ വരുമ്പോൾ അവർക്കാവും ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടാവുക. കാരണം എല്ലാവരും അന്ന് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനാണ് നോക്കുക. ഫാമിലിയൊക്കെ ഹോട്ടലിൽ പോയിട്ട് അന്ന് ഫുഡ് കഴിക്കാൻ നോക്കും. അപ്പോൾ ഒക്കെ സാധാരണ ആളുകൾ തന്നെയാണ് ആ ഹോട്ടലിൽ ഉണ്ടാവുക. പക്ഷെ അവർക്ക് എല്ലാ ദിവസവും കാട്ടി കൂടുതൽ ജോലിയാവും അന്ന്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ലീവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഹാഫ് ഡേ ലീവ് കിട്ടും ഒരു മാസത്തിൽ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഫുൾ ഡേ ലീവ് കിട്ടും. അത്ര തന്നെ കിട്ടുള്ളൂ. അത് എല്ലാ ഹോട്ടലിലും കിട്ടിക്കോളണമെന്നില്ല. നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ വന്ന് ഇറങ്ങി അന്ന് മുതൽ ജോലിക്ക് കയറിയാൽ പിന്നെ നാട്ടിൽ പോകുമ്പോൾ മാത്രം ലീവ് കിട്ടുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളുണ്ട്. പല ഹോട്ടലുകളുണ്ട്, അങ്ങനെ കഫ്തേരികളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അവരെ വിളിച്ചിട്ടൊന്ന് അഭിനന്ദിക്കുക. പാവങ്ങളാണ്, വളരെ പാവം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ, കാരണം ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ഡ്രൈവറായ കാരണം കൊണ്ട് എനിക്ക് അത്ര വലിയ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ഷോപ്പിൽ ഹാഫ് ഡേ ലീവ് ഉണ്ട്, ഫുൾ ഡേ ലീവ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അവരുടെ ഫാമിലിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെ വിളിച്ചൊന്ന് സന്തോഷിപ്പിക്കുക, അവരോട് മാന്യമായിട്ട് സംസാരിക്കുക. അവരയക്കുന്ന ഓരോ രൂപയുടെയും വാല്യൂ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരിട്ട് വന്നിട്ട് ആ ജോലി കാണണം. നാട്ടിലെ ഹോട്ടൽ പണി പോലല്ല നമ്മൾ ഗൾഫിലെ ഹോട്ടൽ പണി. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.